യൂറോപ്യൻ യൂണിയൻ ഉപരോധങ്ങൾക്കെതിരെ തിരിച്ചടിച്ച റഷ്യ. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടിട്ടുള്ള പ്രവേശന നിരോധന പട്ടിക പുതുക്കിയതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുക്രൈനിൽ ആക്രമണം തുടരുന്ന റഷ്യക്കെതിരെ പുതിയ സാമ്പത്തിക ഉപരോധങ്ങളാണ് യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യയിൽ വിലക്കുള്ള യൂറോപ്യൻ സ്ഥാപനങ്ങൾ, EU അംഗരാജ്യങ്ങൾ, റഷ്യൻ വിരുദ്ധ നയം പിന്തുടരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് റഷ്യ പുതുക്കിയിറക്കിയിരിക്കുന്നത്. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലെയും മറ്റ് ചില പാശ്ചാത്യ രാജ്യങ്ങളിലെയും പൗരന്മാർ പ്രവേശന നിരോധന പട്ടികയിൽ ഉൾപ്പെടും. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾ നൽകാവുന്ന പരമാവധി വില ബാരലിന് $47.6 കുറച്ചാണ് EU നീക്കം ശക്തമാക്കിയത്. 2022 G7 ഉപരോധ പ്രകാരം ബാരലിന് $60 ആയിരുന്നു പരമാവധി വില. റഷ്യയുടെ ഇന്ധന ഊർജ്ജ വ്യവസായത്തെയും ധനകാര്യ സംവിധാനത്തെയും ഞെരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടി. യുക്രൈൻ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയൻ ഉപരോധം കടുപ്പിച്ചിരിക്കെ ഉത്തര കൊറിയയുമായി ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കി റഷ്യ. യുക്രൈനെതിരായ ആക്രമണം നിർത്താൻ റഷ്യ തയ്യാറാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ യൂറോപ്യൻ യൂണിയൻ കഴിഞ്ഞ ദിവസം റഷ്യയ്ക്ക് മേൽ 2ാം ഘട്ട ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. ക്രൂഡ് ഓയിൽ വില പരിധി വെട്ടിക്കുറച്ചതുൾപ്പെടെ റഷ്യയെ സാമ്പത്തികമായി തളർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ഉപരോധങ്ങളാണ് കൂടുതലും. അതേസമയം ഉപരോധത്തെ ഭയക്കുന്നില്ലെന്നും യുക്രൈനെതിരായ ആക്രമണം കടുപ്പിക്കുമെന്നുമായിരുന്നു പുടിൻ ഭരണകൂടത്തിന്റെ പ്രതികരണം. ഇതിനിടെയാണ് ഉത്തര കൊറിയയുമായി പുടിൻ കൂടുതൽ അടുക്കുന്നതും. വാണിജ്യബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഉത്തര കൊറിയയിൽ നിന്നും ആപ്പിൾ, ബിയർ തുടങ്ങിയവ റഷ്യ കൂടുതലായി വാങ്ങിത്തുടങ്ങി. റഷ്യയിൽ നിന്ന് ഗോതമ്പ്, പഞ്ചസാര, സൺഫ്ലവർ ഓയിൽ, ഇറച്ചി, മത്സ്യം, സോയാബീൻ, പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയവയും ക്രൂഡ് ഓയിലുമാണ് ഉത്തര കൊറിയ പ്രധാനമായി വാങ്ങുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും റഷ്യയുടെ സഹായം ഉത്തര കൊറിയയ്ക്ക് ലഭിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ ബാർട്ടർ വ്യാപാര സമ്പ്രദായവുമുണ്ട്. യുക്രൈനെതിരായ ആക്രമണത്തിന് സൈനികരെയും ആയുധങ്ങളും ലഭിക്കുന്നതുൾപ്പെടെയുള്ള പിന്തുണ ഉത്തര കൊറിയ നൽകിയിരുന്നു. എക്കാലവും ഉത്തര കൊറിയ റഷ്യയ്ക്കൊപ്പമാണെന്ന് ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നും പ്രഖ്യാപിച്ചിരുന്നു. ഇരു രാജ്യങ്ങളുടെയും തലസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന 10,000 കിലോമീറ്റർ നീളുന്ന റെയിൽപാത വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ തീരുമാനമായിട്ടുണ്ട്. പുറമെ അതിർത്തികളിൽ റോഡും പാലങ്ങളും നിർമ്മിക്കും. അതിർത്തിയിലെ ടുമൈൻ നദിക്കു കുറുകെ റഷ്യ നിർമ്മിക്കുന്നത് $10 കോടി ചെലവിട്ടുള്ള പാലമാണ്. വാണിജ്യ ബന്ധത്തിന് പുറമെ കലാ കായിക രംഗങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണമുണ്ട്. രഹസ്യ സ്വഭാവമുള്ളതിനാൽ ഉത്തര കൊറിയയുടെ യഥാർത്ഥ വ്യാപാര കണക്കുകൾ അറിയുക എളുപ്പമല്ല. എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യയും ഉത്തര കൊറിയയും തമ്മിലെ വ്യാപാരം 2024 $34.4 മില്യൺ നിന്ന് 2024 $52.9 മില്യനായി വർദ്ധിച്ചിരുന്നു. ഭക്ഷ്യവസ്തുക്കൾക്കുൾപ്പെടെ ചൈനയെ വൻതോതിൽ ആശ്രയിക്കുന്ന ഉത്തര കൊറിയയ്ക്ക് റഷ്യയുമായുള്ള സഹകരണം നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ. യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഏർപ്പെടുത്തിയ ഉപരോധം മൂലം നേരിട്ടേക്കാവുന്ന പ്രതിസന്ധിയുടെ ആക്കം കുറയ്ക്കുകയാണ് ഉത്തര കൊറിയയുമായുള്ള വാണിജ്യ ബന്ധം ശക്തമാക്കുന്നതിലൂടെ റഷ്യ ഉന്നമിടുന്നത്.